നമസ്കാരം. ചൈനയുടെ മിസൈലിൽ ട്രംപിന്റെ തല തകർന്നു. അമേരിക്കയെ ചൈന കീഴടക്കി. ട്രംപ് അടിമ. കാട്ടുനീതി അനുവദിക്കില്ല എന്ന് ട്രംപിന് മുന്നറിയിപ്പുമായിട്ട് ചൈന രംഗത്തെത്തിയത് മിഡിൽ ഈസ്റ്റിൽ പുതിയ സമവാക്യങ്ങൾ തീർക്കുകയാണ്. ലക്ഷ്മണരേഖ വരച്ച് ചൈന മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയെ ചൈന കീഴടക്കുകയാണ്. ചൈനയുടെ മിസൈലിൽ ട്രംപിന്റെ തല തകർന്ന് തരിപ്പണമാവുകയാണ്. ട്രംപിനെ അടിമയാക്കുകയാണ് ചൈന. ഇറാൻ അമേരിക്ക സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ നിർദ്ദേശങ്ങളുമായിട്ട് ചൈന എത്തുകയാണ് എന്നുള്ളതാണ്. ലോകം കാട്ടുനീതിയിലേക്ക് മടങ്ങിപ്പോകുന്നത് തടയണമെന്ന് ട്രംപ് ഭരണകൂടത്തിന് ചൈന മുന്നറിയിപ്പ് നൽകുകയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയോകോൻ വിശദീകരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനും മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ചൈന പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ്. അവർ സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വത്തിലൂടെ, അതായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അത് മെച്ചപ്പെടുത്തണമെന്നും ഏവർക്കും പങ്കാളിത്തമുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം മേഖലയിൽ കെട്ടിപ്പടുക്കണമെന്നും ചൈന ആവശ്യപ്പെടുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടൽ അവസാനിപ്പിക്കണമെന്നും ഓരോ രാജ്യത്തിന്റെയും പരമാധികാരം പ്രാദേശിക അഖണ്ഡതയും പൂർണ്ണമായിട്ടും ബഹുമാനിക്കപ്പെടണമെന്നും പറയുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം എന്ന് പറയപ്പെടുന്നത് മാറ്റേണ്ടതാണ്. അതായത് ആഗോള നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന നീക്കങ്ങൾക്കെതിരെ ചൈന കടുത്ത ജാഗ്രത പ്രകടിപ്പിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സംവിധാനത്തെ തകർക്കുവാൻ അനുവദിക്കില്ല എന്ന് വക്താക്കൾ പറയുമ്പോഴും യുദ്ധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചൈനയുടെ ഈ ഇടപെടൽ എന്ന് പറയപ്പെടുന്ന ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ അത് നീട്ടുകയാണ് എന്ന് പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നിൽ വരുന്നു. ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നടപടിയെടുത്തതെന്ന് ട്രംപ് വാദിക്കുന്നു. എന്നാൽ ഇറാന്റെ തുറമുഖങ്ങളിൽ നിന്ന് US നാവികസേനയെ ഉടനെ പിൻവലിക്കില്ല എന്ന് ട്രംപ് പറയുമ്പോഴും സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെക്കും വരെ വെടിനിർത്തൽ നീട്ടുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇറാനിലെ ആഭ്യന്തര കലഹത്തെ തുടർന്നാണ് ചർച്ചകൾ പരാജയപ്പെട്ടത് എന്ന ആരോപണവും ട്രംപ് ഉന്നയിച്ചു വെച്ചിരുന്നത്. വെടിനിർത്തൽ നീട്ടാൻ പാകിസ്ഥാൻ നേതാക്കൾ തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ട്രംപ് പറയുകയും ചെയ്തു. ഇറാൻ ഭരണകൂടം തകർന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെയും അഭ്യർത്ഥന പ്രകാരമാണ് ഈ വെടിനിർത്തൽ നീട്ടാൻ തീരുമാനിച്ചത് എന്നുള്ളത്. അപ്പൊ ഇറാനിലെ നേതാക്കൾക്കും പ്രതിനിധികൾക്കും ഏകീകൃതമായിട്ടുള്ള തീരുമാനം കൊണ്ടുവരുവാൻ സാധിക്കുന്നത് വരെ സമയം നൽകണമെന്നാണ് അവർ തന്നോട് ആവശ്യപ്പെട്ടതെന്ന് പറയപ്പെടുന്ന ട്രംപിന്റെ ഈ ട്രൂത്തിലൂടെയുള്ള വാദം എന്ന് പറയപ്പെടുന്നത് ശരിയാണോ എന്ന് അന്വേഷിക്കേണ്ടി. ഇറാൻ ഉചിതമായൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയോ അല്ലെങ്കിൽ ചർച്ചകൾ ഏതെങ്കിലും വിധേന അവസാനിപ്പിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ വെടിനിർത്തൽ ഇല്ലാതാക്കൂ. അതുവരെ ഈ വെടിനിർത്തൽ തുടരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ട്രംപിന്റെ വാദം. വെടിനിർത്തൽ കാലാവധി അവസാനിപ്പിക്കാൻ ഏകദേശം മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് ഇപ്പോൾ സമയപരിധി നീട്ടിക്കൊണ്ട് ട്രംപിന്റെ പുതിയ പോസ്റ്റ് എത്തിയത്. രണ്ടാം ഘട്ട ചർച്ചകൾക്കായിട്ട് US പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് പോകില്ല എന്നുള്ളത് വ്യക്തമാക്കി. നേരിട്ടുള്ള കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ ഉടൻ പുറത്തുവിടുമെന്ന് കൂടി വൈറ്റ് ഹൗസിന്റെ പ്രഖ്യാപനം ഉണ്ടായതായി പറയുന്നു. വൈറ്റ് ഹൗസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും ട്രംപ് പറയുന്നുണ്ട്. ഹോർമൂസ് അടച്ചിട്ടാൽ രാജ്യത്തിന് ലഭിക്കുന്ന വിമാനത്തിൽ വലിയ നഷ്ടം സംഭവിക്കും. എന്നാൽ ഇക്കാര്യം നേരിട്ട് പറയാതെയാണ് ട്രംപിന്റെ ഈ പുതിയ പരാമർശം എന്ന് പറയുന്നത്. അതായത് ഇറാൻ ഹോർമൂസ് തുറക്കാൻ വീണ്ടും ശ്രമിക്കുകയാണ് എന്നായിരുന്നു ട്രംപിന്റെ വാദം. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുവാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. അവർ അത് തുറക്കാൻ ശ്രമിക്കുന്നു. ഹോർമൂസ് തുറക്കുന്നത് വഴി അവർക്ക് ഒരു ദിവസം $500 മില്യൺ സമ്പാദിക്കാൻ കഴിയും. എന്നാൽ അടച്ചുപൂട്ടുകയാണെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെടുമെന്നുള്ളതാണ് ട്രംപിന്റെ വാദം. പ്രധാന എണ്ണ ഗതാഗത പാതയിലൂടെയുള്ള സമുദ്ര ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ ഇറാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്ന സന്ദേശങ്ങളുമായിട്ട് ഇടനിലക്കാർ തന്നെ സമീപിക്കുന്നുണ്ട്. വിശാലമായിട്ടുള്ള ഇളവുകളില്ലാതെ ഹോർമൂസ് വീണ്ടും തുറക്കുന്ന ഒരു കരാറിന്റെ സാധ്യതയെ ഇല്ലാതാക്കുന്നുണ്ട് എന്നുകൂടി ട്രംപ് കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. ഇത്രത്തോളം രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിലാണ് ചൈനയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കും. സമാധാനം പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ യുദ്ധത്തിലൂടെ അമേരിക്കയെ അടിച്ചമർത്താനാണ് ചൈനയുടെ നീക്കം. അങ്ങനെ വരുമ്പോൾ ചൈനയുടെ മിസൈലുകൾ താമസിയാതെ വാഷിംഗ്ടൺ നഗരത്തെ വിറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അമേരിക്കയെ ഏത് വിധേനയും അടിച്ചമർത്തുവാനുള്ള തന്ത്രം ചൈന ഒരുക്കുന്നുണ്ട്. മാത്രമല്ല, ചൈനയുടെ മിസൈലിൽ ട്രംപിന്റെ തല തകരുന്ന സാഹചര്യം, അമേരിക്കയെ കീഴടക്കുന്ന ചൈനയെ നമുക്ക് കാണേണ്ടി വരും, ട്രംപിനെ അടിമയാക്കുന്ന ചൈനയെ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ അതൊരു സ്വപ്നങ്ങളല്ല. ഇവിടെ അമേരിക്കയും ചൈനയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ, വ്യാപാര ബന്ധങ്ങളിലടക്കം
വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇല്ലെങ്കിൽ ചൈന തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ചൈനയുടെ മിസൈലിൽ ട്രംപിന്റെ തലയായിരിക്കും ലക്ഷ്യം. ആ തല തകർക്കുക തന്നെ അവർ ചെയ്യും. ഒപ്പം അമേരിക്കയെ ചൈന കീഴടക്കുകയും ട്രംപിനെ അടിമയാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ പോയാലും അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല.